ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്ന് നമ്മൾ കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം. ഞാനിവിടെ ഒരു ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുട്ടി കുട്ടി സ്ക്വയർസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് പീസസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അളവിലുള്ള സ്ക്വയർ പീസസ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വലിയ ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ സൈസ് കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ 25 പീസസാണ് എടുത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പെറ്റൽസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പീസും എടുക്കുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 25 പീസസ് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിനൊക്കെ സ്റ്റെം വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുട്ടി കുട്ടി പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുട്ടി പീസസ് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അധികം ലെങ്ത്തും വിഡ്ത്തും ആവശ്യമില്ല, കാരണം നമ്മൾ ചെറിയ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇറുക്കിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ അതിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അതിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റെമ്മിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് ലെങ്ത്ത് കൂടിയ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലായിട്ട് നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് 2 ലീവ്സ് കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ലീവ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റെമ്മിലായിട്ട് ലീവ്സ് കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇപ്പോൾ ലീവ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.